Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷാൽ എപ്പോഴാണ് യൂസ് ചെയ്യാമെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ വില്ല് എപ്പോഴാണ് യൂസ് ചെയ്യാമെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും വില്ലും ഷാലും വെച്ച് സെൻറ്റൻസുകൾ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. നമ്മൾ എപ്പോഴാണ് വില്ല് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഷാൽ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാം എപ്പോഴാണ് നമ്മൾ വില്ലും ഷാലും യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കാര്യം ആലോചിച്ച് വെക്കേണ്ടത്, നമ്മൾ വില്ലും ഷാലും ഭാവിയിൽ, അതായത് ഫ്യൂച്ചർ ടെൻസിൽ നടക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യം പറയാനാണ് നമ്മൾ എപ്പോഴും വില്ലും ഷാലും യൂസ് ചെയ്യുക. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷാല് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക ഒരു ഫോർമൽ സെറ്റിങ്ങിലാണ്. അതായത് കുറച്ച് പൊളൈറ്റായിട്ട്, അതായത് നമ്മൾ അവിടെ കുറച്ച് ബഹുമാനത്തോടു കൂടി, കുറച്ച് റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഷാൽ യൂസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി അപ്പോൾ വില്ല് എങ്ങനെയായിരിക്കും? വില്ല് ഇൻഫോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ ആയാലും വില്ല് യൂസ് ചെയ്യാം. അപ്പം ഇത് സെക്കൻഡ് ആലോചിച്ച് വയ്ക്കുക. അപ്പം എന്താ ഞാൻ പറഞ്ഞത്? ഷാല് നമ്മൾ ഫോർമൽ സെറ്റിങ്ങിൽ യൂസ് ചെയ്യും, മറ്റേ വില്ല് നമ്മൾ ഇൻഫോർമൽ സെറ്റിങ്ങിൽ യൂസ് ചെയ്യും. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് വെക്കാം. അടുത്തത് നമ്മൾ ആലോചിക്കാനുള്ളത്, നമ്മൾ സാധാരണയായിട്ട് ഇപ്പം എല്ലാ സബ്ജക്റ്റിൻ്റെ ഒപ്പം, ഇപ്പോൾ ഐ യു വി ദേ ഹി ഷി, അതിൻ്റെ ഒപ്പം ഒക്കെ നമ്മൾ വില്ല് യൂസ് ചെയ്തിട്ടാണ് കൂടുതൽ കണ്ടേക്കുന്നത്. ഷാല് നമ്മൾ അത്ര യൂസ് ചെയ്യാറില്ല. എന്നാൽ ചില സിറ്റുവേഷൻസ് ഉണ്ട് നമ്മൾ ഷാല് നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് എടുത്ത് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അതായത് നമ്മൾ ഫോളോ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അതിലാണ് പിന്നെയും കൂടുതലായിട്ട് നമുക്ക് ഷാൽ യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റുക. അതിനുവേണ്ടി അമേരിക്കൻ ഇംഗ്ലീഷിലാണെങ്കിൽ അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് വില്ലാണ്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മൾ ഈ വില്ലും ഷാലും എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഷാൽ എപ്പോഴും സബ്ജക്റ്റ് ഐയും വിയും വരുമ്പോഴാണ് നമ്മൾ ഷാൽ യൂസ് ചെയ്യേണ്ടത്. അത് ഞാൻ ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതായത് സാധാരണയായിട്ടുള്ളൊരു കാര്യമാണ്, എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. പക്ഷേ നമ്മൾക്ക് ആലോചിച്ച് വെക്കാൻ നമ്മളിങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഷാൽ യൂസ് ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴാണ്? ഐയും വിയും സബ്ജക്റ്റായി വരുമ്പോൾ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അവരെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയാം. അപ്പൊ സബ്ജക്റ്റ് ഐയും വിയും ആണെങ്കിൽ നമ്മൾ ഷാൽ യൂസ് ചെയ്യണം. അപ്പൊ ഹി ഷീ ദേ ഇറ്റ് യു ഒക്കെ വരുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യേണ്ടത്? വില്ലാണ്. അപ്പൊ ഇതൊന്ന് ആലോചിച്ച് വെക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മൾ എപ്പോഴാണ് വില്ല് യൂസ് ചെയ്യേണ്ടത് എന്നാണ്. വില്ല് നമ്മൾ വളരെ ഡിറ്റർമിൻഡ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ, അതായത് നമുക്ക് അത്രയും ഉറപ്പാണ്, അതായത് അത്രയും ഉറപ്പിൽ ആത്മവിശ്വാസത്തിൽ നമ്മൾ ദൃഢനിശ്ചയത്തോടു കൂടി പറയുന്ന ഒരു കാര്യം, അതായത് ഞാൻ ഇന്നത്തെ മാച്ച് ജയിച്ചിരിക്കും. അപ്പൊ ഈ ഒരു സെന്റൻസ് പറയാം, അത് അത്രയും ഉറപ്പായിട്ടാണ്, അത്രയും ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതായത് നമ്മൾ പറഞ്ഞു ഷാല് യൂസ് ചെയ്യേണ്ടത് ഐയുടെയും വീടും കൂടെയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എന്നെ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ജയിച്ചിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അവിടെ വളരെ ഡിറ്റർമിൻഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? വില്ലാണ് യൂസ് ചെയ്യുക. ഐ വിൽ വിൻ ദ മാച്ച്, ഞാൻ ഇന്നത്തെ മാച്ച് ജയിച്ചിരിക്കും, അങ്ങനെയാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാം, ഐ വിൽ ഗിവ് യു ദ മണി ബാക്ക്, ഞാൻ പൈസ തിരിച്ചു തന്നിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വില്ലാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മൾ എപ്പോഴാണ് ഷാൽ യൂസ് ചെയ്യുക എന്നാണ്. ഷാൽ നമ്മൾ സിമ്പിൾ സെന്റൻസുകൾ ഫോം ചെയ്യാനാണ് ഷാൽ യൂസ് ചെയ്യുക. അപ്പൊ സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നാളെ ഡൽഹിയിലായിരിക്കും. ഈ ഒരു സെന്റൻസ് നമ്മൾ എങ്ങനെ പറയാ? അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ഐ ആണ്. അപ്പോൾ ഞാൻ നാളെ ഡൽഹിയിലായിരിക്കും എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ഇത് നമ്മൾ എങ്ങനെ പറയാ? ഐ ഷാൽ ബി ഇൻ ഡൽഹി ടുമോറോ എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ സെന്റൻസ് നമുക്ക് ഇനി നെഗറ്റീവ് സെന്റൻസ് ആക്കണം. അതായത് നാളെ ഞാൻ ഡൽഹിയിലായിരിക്കില്ല എന്ന് പറയണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഐ ഷാൽ നോട്ട് ബി ഇൻ ഡൽഹി ടുമോറോ എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഐ ഷാൽ ബി ഇൻ ഡൽഹി എന്നുള്ളതിൻ്റെ ഒപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്തത്? ഒരു നോട്ട് ആഡ് ചെയ്തു. അതായത് ഐ ഷാൽ നോട്ട് ബി ഇൻ ഡൽഹി ടുമോറോ എന്ന് എഴുതി. ഇനി നമുക്ക് ഈ ഷാൽ നോട്ടിനെ ഒന്നും കൂടി ചെറുതാക്കാം. അതായത് ഷാൽ നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം എന്താണ്? ഷാൻഡ് എന്നാണ്.
അപ്പോൾ നമുക്ക് അങ്ങനെയും പറയാം. പക്ഷേ ഈ ഷാൻഡ് എന്നുള്ള വേർഡ് പൊതുവേ നമ്മൾ കോൺവെർസേഷനിലൊന്നും സംസാരിക്കുമ്പോഴൊന്നും നമ്മൾ അധികം യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ, വിൽ നോട്ടിൻ്റെ കോൺട്രാക്റ്റഡ് ഫോം എന്താണ്? വോണ്ട് ആണ്. അതുപോലെ ഷാൽ നോട്ടിൻ്റെ എന്താണ്? ഷാൻഡ് എന്നാണ്. പക്ഷെ നമ്മൾ അധികം കേട്ടിട്ടില്ല അല്ലേ, നമ്മൾ കോൺവെർസേഷനിലൊന്നും ഷാൻഡ് എന്ന് വെച്ച് അധികം സെൻറ്റൻസ് പറഞ്ഞത് കേട്ടിട്ടില്ലല്ലോ. അപ്പം അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അടുത്തത് നമ്മൾ ഷാല് നമ്മൾ എപ്പോഴാണ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നാണ് നോക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഒരു സജഷൻ ചോദിക്കണം, അതായത് നമുക്കൊരു അഭിപ്രായം ചോദിക്കണം. അപ്പം നമ്മൾ ഷാല് യൂസ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിന്ന് രാത്രി ഡിന്നറിന് ഒരു പിസ്സ വാങ്ങിയാലോ എന്ന് ചോദിക്കണം. നമ്മൾ എങ്ങനെ പറയാ? ഷാൽ വി ബൈ എ പിസ്സ ഫോർ ഡിന്നർ ടുനൈറ്റ് എന്ന് ചോദിക്കാം. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്നത് ഷാലാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ക്ഷണിച്ചാലോ എന്ന് ചോദിക്കണം, അതായത് ഡിന്നറിന് ക്ഷണിച്ചാലോ എന്ന് ചോദിക്കണം. നമ്മൾ എങ്ങനെ പറയാ? ഷാൽ വി ഇൻവൈറ്റ് അവർ ഫ്രണ്ട്സ് ഫോർ ഡിന്നർ എന്ന് ചോദിക്കാം. നമുക്ക് കുറച്ചു നേരം ഇരുന്നാലോ എന്ന് പറയണം. അതെങ്ങനെ നമ്മൾ പറയാ? ഷാൽ വി സിറ്റ് ഫോർ സം ടൈം എന്ന് പറയാം. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് പറയണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഷാൽ വി ഗോ ഫോർ എ മൂവി എന്ന് പറയാം. അപ്പോൾ ഇത് ആലോചിച്ച് വെക്കാം. നമ്മൾ സജഷൻസ് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് ഐ ഓർ വി ആവുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഷാലാണ്. അടുത്തത് നമ്മൾ ഷാൽ എപ്പോഴാണ് നിർബന്ധമായിട്ടും യൂസ് ചെയ്യുക? നമ്മളൊരു കാര്യം ഓഫർ ചെയ്യുമ്പോൾ, അതായത് ഞാൻ നിങ്ങൾക്ക് ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കട്ടെ എന്ന് ചോദിക്കണം. നമ്മൾ എങ്ങനെയാ പറയാ? ഷാൽ ഐ മേക്ക് എ കപ്പ് ഓഫ് കോഫി ഫോർ യു എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയണം, ഞങ്ങൾ നിങ്ങൾക്ക് കാത്തു നിൽക്കട്ടെ എന്ന് ചോദിക്കണം. അപ്പൊ ഇങ്ങനെ നമ്മളത് പറയാ? ഷാൽ വി വെയിറ്റ് ഫോർ യു എന്ന് ചോദിക്കാം. ഇനി നമുക്ക് പറയണം, ഞാൻ നിങ്ങൾക്ക് ഒരു പീസ് ഓഫ് കേക്ക് അയക്കട്ടെ എന്ന് ചോദിക്കണം. അതെങ്ങനെ നമ്മൾ പറയാ? ഷാൽ ഐ സെൻഡ് എ പീസ് ഓഫ് കേക്ക് ഫോർ യു എന്ന് പറയാം. ഇനി നമുക്ക് പറയണം, ഞങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറയണം. നമ്മൾ എങ്ങനെ പറയാ? ഷാൽ വി ഹെൽപ്പ് യു എന്ന് ചോദിക്കാം. ഷാല് പിന്നെ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? നമ്മൾ പറഞ്ഞു ഫോർമലായിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഷാല് യൂസ് ചെയ്യാന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലീഗൽ ഡോക്യുമെന്റ്സിലും നമുക്ക് ഷാൽ യൂസ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, പേയ്മെന്റ് മുൻകൂട്ടി പേ ചെയ്യണം, അതായത് മുൻകൂട്ടി തരണം എന്നുള്ള രീതിയിൽ നമ്മളൊരു സെന്റൻസ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറയാം, പേയ്മെന്റ്സ് ഷാൽ ബി മെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയണം. അല്ലെങ്കിൽ പിന്നെ പറയണം, കരാറ് ഒരു കൊല്ലം കഴിഞ്ഞ്, അതായത് ഒരു കൊല്ലം കഴിഞ്ഞ് കരാറ് ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്ന് പറയണം. നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? കോൺട്രാക്ട് ഷാൽ ബി റീനെഗോഷിയേറ്റഡ് ആഫ്റ്റർ 1 year, ഒരു കൊല്ലത്തിന് ശേഷം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ലേ നമ്മൾ എപ്പോഴാണ് വില്ലും ഷാലും യൂസ് ചെയ്യേണ്ടതെന്ന്? അപ്പൊ നമ്മളൊരു കാര്യം ആലോചിച്ച് വെച്ചാൽ മതി. ഷാലിന്റെ ഒപ്പം ഐയും വിയും വരും, വില്ലിന്റെ ഒപ്പം ബാക്കിയുള്ള എല്ലാ സബ്ജക്ട്സും വരും. വില്ല് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? നമുക്ക് അത്രയും ദൃഢനിശ്ചയത്തോടു കൂടി നമ്മളൊരു കാര്യം പറയുമ്പോഴാണ് വില്ല് യൂസ് ചെയ്യുക. ഷാൽ നമ്മൾ യൂസ് ചെയ്യുക സിമ്പിൾ സെന്റൻസസ്, സബ്ജക്റ്റ് ഐയും വിയും വരുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സജഷൻസോ ഓഫേഴ്സോ അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെന്റ്സിലൊക്കെയാണ് നമ്മൾ ഷാൽ യൂസ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനിയും ഞാൻ കുറേ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിന്റെ. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച ഓരോ ലെവൽ ബൈ ലെവൽ കയറി മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വളരെയധികം നല്ലൊരു പ്രോഗ്രസ് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ കുറേ സെൻറ്റൻസുകൾ ഫോം ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.